എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലായിടും നല്ല മഴയാണ്, എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പം നമ്മൾ ഈ മഴയത്തും കർക്കിടക മാസത്തിലും കുടിക്കാനായിട്ട് നല്ലൊരു കർക്കിടക കാപ്പിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിന് എന്തൊക്കെ വേണമെന്ന് നോക്കാം. പച്ച മല്ലി എടുത്തിട്ടുണ്ട്, പിന്നെ ജീരകം, കുരുമുളക്, പട്ട, പിന്നെ നമ്മൾ വേണ്ടത് ചുക്കാണ് കേട്ടോ. അപ്പോൾ ചുക്കില്ലെങ്കിൽ മാത്രം നമുക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുക്കാം. പിന്നെ നമ്മളിതാ തക്കോലം എടുത്തിട്ടുണ്ട്, ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്, ഏലക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ പനങ്കൽക്കണ്ടം കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ചുമയും കഫമൊക്കെ മാറാനായിട്ട് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് പനങ്കൽക്കണ്ടം. അപ്പോൾ അതുണ്ടെങ്കിൽ അതുകൂടെ എടുക്കാം. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിതിലേക്ക് എടുത്തേക്കുന്നത് പനിക്കൂർക്കയും തുളസിയിലയാണ് കേട്ടോ. നിങ്ങൾക്ക് കീഴാർനെല്ലി മുക്കുറ്റിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള സംഭവങ്ങൾ മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇനി നമുക്ക് അടുത്തത് ഇതിലേക്ക് വേണ്ടത് കരിപ്പട്ടിയാണ് കേട്ടോ. അതായത് നമ്മുടെ ഈ കുറുക്കിലൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് തന്നെയാണ്. ഇത് കരിപ്പട്ടി ഇല്ലെങ്കിൽ മാത്രം പനങ്കൽക്കണ്ടോ ശർക്കരയോ എടുക്കാം. നമുക്കിനി ആദ്യം ഇതെല്ലാം ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോഴത്തേക്കും നമ്മുടെ സാധനങ്ങളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുരുമുളക്, പട്ട, തക്കോലം, ഗ്രാമ്പൂ, ജീരകം എല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജീരകം നമ്മുടെ നല്ല ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ലാസ്റ്റ് നമ്മളിത് ഇതിലേക്ക് പച്ചമല്ലിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നമ്മൾ ചുക്കുണ്ടെങ്കിൽ ഈ സമയം തന്നെ ചുക്കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇഞ്ചി ആയതുകൊണ്ടാണ് ഞാൻ ഈ സമയം ആഡ് ചെയ്ത് കൊടുക്കാത്തത്. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് തണുത്ത് വരുമ്പോൾ തന്നെ ഒരു ചെറിയ ചൂടോടെ നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. മിക്സിയിൽ പൊടിക്കുന്നവർക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാം. ഞാനിവിടെ എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ നമ്മൾ ഒരുവിധം എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നമ്മുടെ പൊടിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടിയെല്ലാം മാറ്റിയിട്ട് ഇതിലേക്ക് തന്നെ നമ്മുടെ ഇഞ്ചിയും കൂടെ ഇട്ടൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഇഞ്ചിയെല്ലാം നല്ല രീതിക്കൊന്ന് ചതച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കാപ്പി ഇട്ടാലോ. അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ചായപാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ അത്യാവശ്യം ഒരു വലിയ 2 ഗ്ലാസ് വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ മധുരത്തിന് ആവശ്യമായിട്ടുള്ള കരിപ്പട്ടി ഇട്ട് കൊടുക്കാം. ശർക്കരയാണെങ്കിലും കരിപ്പട്ടിയാണെങ്കിലും നമ്മൾ നേരത്തെ ഉരുക്കിയിട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്തായാലും നമ്മൾ കാപ്പി അരിച്ചിട്ടാണ് കുടിക്കുന്നത്. അപ്പം നമുക്കിനി ഇതിലേക്ക് പനങ്കൽക്കണ്ടം കൂടെ ഒന്ന് ചെറുതായിട്ട് കഴുകിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും കൂടെ ഈ സമയം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ കരിപ്പട്ടിയൊക്കെ ഒന്ന് അടിയിൽ പിടിച്ചു പോകും കേട്ടോ. ഇപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന പൊടി ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ അതിൽ ഒരു 3 സ്പൂൺ പൊടി തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഒത്തിരി പൊടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫ്രിഡ്ജിലോ വല്ലതും കണ്ടെയ്നറിലിട്ട് സൂക്ഷിച്ച് വെച്ചാൽ പിന്നീട് ഉപയോഗിക്കാം. ഇനി നമുക്കിതിലേക്കുണ്ടല്ലോ നമ്മുടെ പനിക്കൂർക്ക കൈകൊണ്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഞരടിയിട്ട് ഇട്ട് കൊടുക്കാം. തുളസി ഇലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അതെല്ലാം ഒന്ന് നല്ല രീതിക്കൊന്ന് തിളച്ച് വരട്ടെ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ ഇലയെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് അതിൻ്റെ സത്തെല്ലാം നമ്മുടെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടണം. അപ്പോൾ അത് നമ്മുടെ വെള്ളമെല്ലാം നല്ല രീതിക്കൊന്ന് തിളച്ച് മറിയുന്നുണ്ട്. ഈ സമയം നമുക്ക് ആവശ്യത്തിനുള്ള കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം. നോർമൽ കാപ്പിപ്പൊടിയാണ് കേട്ടോ ഏറ്റവും നല്ലത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറിനേക്കാളും. ഇപ്പോൾ ഞാനിവിടെ 2 സ്പൂൺ കാപ്പിപ്പൊടി ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ എരിവ് കൂടി നിന്നാൽ നമ്മുടെ കാപ്പിക്ക് കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമുക്കിതിൽ നിന്ന് 1 മിനിറ്റ് വരെ ഒന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ടേ തണുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അരിച്ച് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ കാപ്പിയൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് അരിച്ച് അതിൻ്റെ കൊത്തൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്. നമ്മൾ 2-3 തവണ കുടിച്ച് ഒരാവിയും കൂടെ പിടിക്കുമ്പോൾ ഉണ്ടല്ലോ മഴക്കാലത്തുണ്ടാകുന്ന പനിയും ജലദോഷമൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി ഒഴിക്കാം കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളിടുന്ന കുരുമുളകിൻ്റെ അളവൊക്കെ ഒന്ന് കുറച്ചാൽ മാത്രം മതി. അവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കർക്കിടക കാപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉറപ്പായിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.